മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ചിന്താവിഷയം ശുദ്ധീകരണം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്: എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ വിശുദ്ധീകരിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ ഈ വചനം പാപങ്ങൾ ഏറ്റുപറയുന്നതിൻ്റെയും ദൈവത്തോട് ക്ഷമ തേടുന്നതിൻ്റെയും പ്രാധാന്യം ശക്തമായി ചൂണ്ടിക്കാണിക്കുന്നു. അവിടുത്തോട് നമ്മൾ പാപങ്ങൾ ഏറ്റുപറയണമെന്നും നമ്മുടെ തെറ്റുകൾ അംഗീകരിച്ച് അതിൻ്റെ പ്രായശ്ചിത്തം ഏറ്റെടുക്കണമെന്നും ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എന്തെന്നാൽ ദൈവം വിശ്വസ്തനും നീതിമാനുമാകയാൽ നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ അവൻ എല്ലായ്പ്പോഴും നമ്മളോട് ക്ഷമിക്കും. നാം ചെയ്ത പാപങ്ങൾ ദൈവത്തോട് നിഷ്കളങ്കമായ ഹൃദയത്തോടെ തുറന്ന് സമ്മതിക്കേണ്ടതുണ്ട്. ആയതിനാൽ നമ്മുടെ തെറ്റുകൾ മറയ്ക്കുവാനോ നിഷേധിക്കുവാനോ പാടില്ല. അവയെ നിസ്സാരവൽക്കരിച്ചാൽ അവ കല്ലുപോലെ നമ്മുടെ ജീവിതകാലം മുഴുവൻ വഹിക്കേണ്ടതായും ഇതുമൂലം ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയും ചെയ്യും. എന്നാൽ സത്യസന്ധമായ ഹൃദയത്തോടെ പാപങ്ങളെ ഏറ്റുപറയുകയും വിശുദ്ധ കുമ്പസാരത്തിലൂടെ നമ്മുടെ മനസ്സിനെ പരിവർത്തനപ്പെടുത്തുമ്പോൾ നമ്മിൽ ആത്മീയ ഉണർവും ആത്മശാന്തിയും അനുഭവിക്കാനാകും. നാം ചെയ്ത പാപങ്ങൾ ഏറ്റുപറയുകയും ദൈവത്തോട് ക്ഷമ തേടുകയും ചെയ്യുന്നത് ഒരു തവണ മാത്രം ചെയ്യേണ്ട കാര്യമല്ല, മറിച്ച് ഒരു തുടർച്ചയായ ആത്മപരിശോധനയും ശുദ്ധീകരണവും ആവശ്യമാണ്. അതിന് നമ്മെ സഹായിക്കുന്നത് വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയാണ്. നാം മറ്റൊരാളോട് അനീതി ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തോടുള്ള ക്ഷമ യാചിക്കുന്നതിനോടൊപ്പം അവരോടും ക്ഷമ തേടണം. അതുപോലെ തന്നെ ദൈവം നമ്മളോട് ക്ഷമിക്കുന്നത് പോലെ നമുക്കും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ള മനസ്സ് രൂപാന്തരപ്പെടുത്തണം. നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ ദൈവം നൽകിയ കുമ്പസാരം എന്ന കൂദാശയിൽ നമുക്ക് പതിവായി പങ്കുചേരാം. അങ്ങനെ ദൈവത്തിൻ്റെ അനന്തമായ ദയയിൽ നിന്നും ശക്തിയും ശുദ്ധീകരണവും നേടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.